ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ടീം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ലാബ് അറ്റൻഡറിന് വേണ്ടിയുള്ള ഒരു PSC എക്സാം ഉണ്ടായിരുന്നു. LDCയുടെ അതേ നിലവാരത്തിലുള്ള ചോദ്യപേപ്പർ ആയതുകൊണ്ട് തന്നെ ഇനി LDC എക്സാം ഉള്ള ഉദ്യോഗാർത്ഥികൾ ഈ ചോദ്യപേപ്പർ വിശകലനം ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. ഇന്നത്തെ ചോദ്യപേപ്പറിൽ വളരെയധികം നല്ല ചോദ്യങ്ങൾ കണ്ടുവന്ന രണ്ട് മേഖലകളാണ്. ഒന്ന്, കേരളം ഭരണ സംവിധാനങ്ങൾ എന്ന മേഖലയും, രണ്ട്, ഇന്ത്യൻ ഭരണഘടനയും. ഇതിൽ രണ്ടിൽ നിന്നും 11ഓളം ചോദ്യങ്ങൾ ഈ പരീക്ഷയ്ക്ക് ചോദിച്ചായിരുന്നു. അതുകൊണ്ട് ഈ സെഷനിൽ ഈ ചോദ്യങ്ങളുടെ ഉത്തരവും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വസ്തുതകളുമാണ് ചർച്ച ചെയ്യുന്നത്. ഇനി നടക്കാൻ പോകുന്ന പരീക്ഷകൾക്ക് തയ്യാറാവുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉറപ്പായിട്ടും ഈ സെഷൻ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. പ്രധാനപ്പെട്ട 11 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ വസ്തുതകളും. ശരി, നമുക്ക് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് പോവാം. 2008 കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തെ സംബന്ധിക്കുന്ന തെറ്റായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണ് ചോദ്യം. നമുക്കറിയാം, കേരളത്തിന്റെ നെൽവയൽ തണ്ണീർത്തട പരിപാലനത്തിന് വേണ്ടി നിർമ്മിച്ച നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. ഇതിലെ ഒന്നാമത്തെ പ്രസ്താവന, നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ്, ജില്ലാ തല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്, പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ ആയിരിക്കും. ഈ ടോപ്പിക്കൊക്കെ പഠിച്ച ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് നമുക്കറിയാം, യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മൾ തന്നിട്ടുണ്ട്. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം അത് നല്ലതായിട്ട് പഠിച്ചവരെ സംബന്ധിച്ച് ഏകദേശം ധാരണ ഉണ്ടാവും. എന്നാലും ഇതുവരെ ഇത് പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിസ്ഥാനപരമായി അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട വസ്തുതകൾ ഇവയൊക്കെയാണ്. ഒന്ന്, കേരളത്തിന്റെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഏത് വർഷമാണ്? 2008. 2008 ഓഗസ്റ്റ് 11 തീയതിയാണ് ഈ നിയമം പാസ്സാക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമാണ്, പാസ്സാക്കുന്നത് എന്നാണ്. എന്നാൽ 2008 ഓഗസ്റ്റ് മാസം 12 തീയതിയാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം നിലവിൽ വന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, 2008 കേരള നിയമസഭ പാസാക്കിയ എത്രാമത്തെ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം? ഇത് പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. 2008 കേരള നിയമസഭ പാസാക്കിയ എത്രാമത്തെ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം? തെറ്റിക്കരുത്, വ്യക്തമായി പഠിച്ചുകൊണ്ട് പോണേ. അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ 2008 28ാം നമ്പർ ആക്ട് ആണ്. 28ാം നമ്പർ ആക്ട് ആണ്. ഇത് കേരളത്തിലെ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ നിയമമാണ്. അതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കുന്നതിന് വേണ്ടി സമഗ്ര നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. കേരളത്തിന്റെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഏത് വർഷം? 2008. നിയമം പാസ്സായത് 2008 ഓഗസ്റ്റ് 11. നിയമം നിലവിൽ വന്നത് 2008 ഓഗസ്റ്റ് 12. 2008 കേരള നിയമസഭ പാസ്സാക്കിയ 28ാമത്തെ നിയമമാണ് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. VS അച്യുതാനന്ദനാണ് കേരളത്തിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കുമ്പോൾ മുഖ്യമന്ത്രി. ഇനി ഈ നിയമപ്രകാരം കേരളത്തിൽ നെൽവയലുകളും തണ്ണീർത്തടങ്ങളും പരിപാലിക്കുന്നതിന് വേണ്ടി പ്രാദേശിക സമിതി, ജില്ലാ സമിതി, സംസ്ഥാന സമിതി എന്നിങ്ങനെ 3 സമിതികൾ രൂപീകരിക്കുന്നുണ്ട്. ആ സമിതികളിൽ നിന്നാണ് നിങ്ങളോട് ഈ പരീക്ഷയിൽ ചോദ്യം ചോദിച്ചത്. അപ്പൊ ഞാൻ ആ സമിതികൾ ബ്രീഫായിട്ടൊന്ന് പഠിപ്പിച്ചു തരാം. ശ്രദ്ധിച്ചോ. കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം 3 സമിതികളാണ് രൂപീകരിക്കപ്പെടുന്നത്. പ്രാദേശിക തല നിരീക്ഷണ സമിതി, സംസ്ഥാന തല സമിതി, ജില്ലാ തല സമിതി. അങ്ങനെ എത്ര സമിതികളുണ്ട്? 3 സമിതികളാണുള്ളത്. അപ്പൊ സെക്ഷൻ ചോദിക്കും. സെക്ഷൻ 5 പ്രകാരമാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി രൂപീകൃതമായത്. സെക്ഷൻ 8 പ്രകാരമാണ് സംസ്ഥാന തല സമിതി വരുന്നത്. സെക്ഷൻ 9 പ്രകാരമാണ് ജില്ലാ തല സമിതി വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയിൽ ആരൊക്കെയുണ്ട്? പൂർണ്ണമായിട്ട് പഠിച്ചോ, ചിലപ്പോൾ അടുത്ത പരീക്ഷയിൽ ഇതിന് ചോദ്യം വരും. പ്രാദേശിക തലം എന്ന് പറഞ്ഞാൽ നിങ്ങളെ വീടിനടുത്തുള്ള ഒരു പ്രദേശം, അത് ആലോചിച്ച് നോക്കൂ. അതിലുള്ള അംഗങ്ങൾ എന്ന് പറഞ്ഞാൽ, ഒന്ന്, നിങ്ങളെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, കൃത്യമായി പഠിച്ചോളണേ, പഞ്ചായത്ത് പ്രസിഡന്റ്. 2, നിങ്ങളെ നാട്ടിലെ കൃഷി ഓഫീസർ. 3, നിങ്ങളുടെ നാട്ടിലെ വില്ലേജ് ഓഫീസർ. പരീക്ഷയ്ക്ക് ചോദിക്കും, വില്ലേജ് ഓഫീസർ. 4, 3 നെൽ കർഷകർ. ഇത്രയും ചേരുന്നതാണ്
പ്രാദേശിക തല നിരീക്ഷണ സമിതി. അപ്പോൾ പ്രാദേശിക തല നിരീക്ഷണ സമിതിയിൽ അംഗങ്ങൾ, ഇത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ പഠിപ്പിക്കുന്ന റിവിഷൻ ക്ലാസ് ആണ്, ഡീറ്റെയിൽഡ് ക്ലാസ് അല്ല. അടുത്ത പരീക്ഷയ്ക്കും ഇതൊക്കെ ഓർമ്മിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. പ്രാദേശിക നിരീക്ഷണ സമിതിയിൽ നിങ്ങളുടെ നാട് മനസ്സിലാലോചിക്കുക. നിങ്ങളുടെ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ്, ഇനി നഗരസഭാ പ്രദേശങ്ങളാണെങ്കിൽ നഗരസഭയുടെ അധ്യക്ഷൻ, ഓക്കെ. പിന്നെ അതുപോലെ തന്നെ കൃഷി ഓഫീസർ, നിങ്ങളുടെ നാട്ടിലെ വില്ലേജ് ഓഫീസർ, 3 നെൽകർഷകർ, ഇവരാണ് പ്രാദേശിക തല നിരീക്ഷണ സമിതി. ഇതിലെ ചെയർമാൻ എപ്പോഴും പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും, ഇതിന്റെ ചെയർമാൻ. എന്നാൽ ഇതിന്റെ കൺവീനർ ആരെന്ന് ചോദിച്ചാൽ കൃഷി ഓഫീസറാണ്. തെറ്റിക്കരുതേ. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരം കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ ആരാണ്? കൃഷി ഓഫീസറാണ്. ഇനി അടുത്തത് സംസ്ഥാന സമിതി. സംസ്ഥാന സമിതിയിൽ വരുന്നത് റവന്യൂ വകുപ്പിന്റെ കമ്മീഷണർ. ഞാൻ എടുത്തു പറയുന്നു, റവന്യൂ വകുപ്പിന്റെ, ലാൻഡ് റവന്യൂ വകുപ്പിന്റെ കമ്മീഷണർ, അതുപോലെ കൃഷി വകുപ്പിന്റെ സംസ്ഥാന കമ്മീഷണർ, അതുപോലെ തന്നെ ഒരു പരിസ്ഥിതി വിദഗ്ധൻ, പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിദഗ്ധൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ഒരു ശാസ്ത്രജ്ഞൻ, ഇത്രയും ചേരുന്നതാണ് സംസ്ഥാന സമിതി. സംസ്ഥാന സമിതിയിൽ ആരൊക്കെ? ലാൻഡ് റവന്യൂ കമ്മീഷണർ, കൃഷി വകുപ്പ് കമ്മീഷണർ, പരിസ്ഥിതി വിദഗ്ധൻ, പിന്നെ കൃഷി ശാസ്ത്രജ്ഞൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ. ഇനി ജില്ലാ സമിതിയിൽ ആരൊക്കെയാണ്? ജില്ലാ സമിതിയിൽ RDO ഉണ്ടാവും, അതുപോലെ തന്നെ ജില്ലയിലെ കൃഷി ഓഫീസർ ഉണ്ടാവും, പിന്നെ 3 നെൽകർഷകർ ഉണ്ടാവും. അപ്പൊ നമുക്ക് ഈ 3 സമിതിയിലെ അംഗങ്ങളെ ഒന്ന് പരിചയപ്പെടാം. ആദ്യം പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ സെക്ഷൻ പഠിക്കുക. സെക്ഷൻ 5. അതിൽ ആരൊക്കെ ഉണ്ട്? പ്രദേശത്ത് നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ്, നിങ്ങളുടെ കൃഷി ഓഫീസർ, നിങ്ങളുടെ വില്ലേജ് ഓഫീസർ, നിങ്ങളുടെ നാട്ടിലുള്ള 3 നെൽകർഷകർ, ഓക്കെ. ഇനി സംസ്ഥാന സമിതി, ഇപ്പോ ജില്ലയല്ല രണ്ടാമത് പഠിക്കേണ്ട സംസ്ഥാനമാണ്. സംസ്ഥാന ലാൻഡ് റവന്യൂ കമ്മീഷണർ, അതുപോലെ തന്നെ സംസ്ഥാനത്തെ കൃഷി വകുപ്പിന്റെ കമ്മീഷണർ, അതുപോലെ തന്നെ പരിസ്ഥിതി വിദഗ്ധൻ, നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞൻ. ജില്ലാ സമിതിയിൽ RDOയും കൃഷി ഓഫീസറും 3 നെൽകർഷകരുമാണ്. അപ്പോ ഇത് എവിടെ നിന്നാണ് ഈ ചോദ്യം വരുന്നത്? ഡയറക്റ്റ് ആയിട്ട് കേരള നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമാണ് ഈ ചോദ്യം വരുന്നത്. നിയമത്തിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ച ചോദ്യമാണ്. അതിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് നെൽവയൽ എന്നാൽ എന്ത്? നെൽവയലിന്റെ സെക്ഷൻ വ്യക്തമായി പഠിച്ചിട്ട് പോണേ. നെൽവയലിന്റെ നിർവചനം പറയുന്നത് സെക്ഷൻ 2-ൽ 12ാമത്തെ നിർവചനം. അടുത്ത പരീക്ഷയിലെ ചോദ്യം തണ്ണീർത്തടത്തിന്റെ സെക്ഷൻ ആയിരിക്കും, തെറ്റിക്കരുത്. തണ്ണീർത്തടം സെക്ഷൻ 2 18. ഞാൻ എടുത്തെടുത്ത് പറയുന്നു, 18 സെക്ഷൻ 2-ൽ 18-ൽ തണ്ണീർത്തടത്തിന്റെ നിർവചനം പറയുന്നു, 12-ൽ വയലിന്റെ നിർവചനം പറയുന്നു. 18-ൽ തണ്ണീർത്തടം, 12-ൽ വയൽ. പക്ഷെ സെക്ഷൻ ഏത് തന്നെയാണ്? 2 തന്നെ. നെൽവയൽ എന്നാൽ സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നതും വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നെൽകൃഷി ചെയ്യുന്നതോ അല്ലെങ്കിൽ നെൽകൃഷിക്ക് അനുയോജ്യമായതോ എന്നാൽ കൃഷി ചെയ്യാതെ തരിച്ചിട്ടിരിക്കുന്നതോ ആയ എല്ലാ തരം നിലവും വയലാണ്. ദാറ്റ് മീൻസ് നമ്മുടെ സംസ്ഥാനത്തുള്ള പ്രദേശമായിരിക്കണം, നെൽകൃഷിക്ക് അനുയോജ്യമായ പ്രദേശമായിരിക്കണം, വർഷത്തിൽ ഒരു തവണയെങ്കിലും നെൽകൃഷി ചെയ്യുന്നതായിരിക്കണം. ചിലപ്പോൾ നെൽകൃഷി ചെയ്തില്ലെങ്കിലും കൃത്യമായി പറയുന്നു നെൽകൃഷിക്ക് അനുയോജ്യമാണ്, പക്ഷെ തരിച്ചിട്ടിരിക്കുന്നു, അങ്ങനെയാണെങ്കിലും അത് വയൽ തന്നെ. നെൽവയൽ എന്നതിൽ ആ നെൽവയലുമായി ബന്ധപ്പെട്ട് വരുന്ന അനുബന്ധ നിർമ്മിതികളായ, പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക, നെൽവയൽ എന്നതിൽ അതിന്റെ അനുബന്ധ നിർമ്മിതികളായ ചിറകളും ജലനിർഗമന ചാലുകളും കുളങ്ങളും കൈത്തോടുകളും ഉൾപ്പെടുന്നു. നോക്ക്, ഡയറക്റ്റ് ആയിട്ട് നിയമത്തിൽ നിന്ന് പരീക്ഷയ്ക്ക് ചോദ്യം വന്നു. എന്തൊക്കെയാണ് വരുന്നത്? മനസ്സിൽ പറയ്. ചിറകൾ വരും, ജലനിർഗമന ചാലുകൾ വരും, കുളങ്ങൾ വരും, അതുപോലെ തന്നെ കൈത്തോടുകൾ വരും. അപ്പൊ ഇന്നത്തെ പരീക്ഷയിൽ ആദ്യത്തെ ചോദ്യം നെൽവയൽ എന്നതിൽ ചിറകളും ചാലുകളും കുളങ്ങളും കൈത്തോടുകളും വരും. പ്രസ്താവന ശരി. ക്ലിയർ ആണ്? ശരി. രണ്ടാമത്തത്, നമ്മൾ ഓരോ സമിതികളെ കുറിച്ച് പഠിച്ചു. നോക്ക്, സെക്ഷൻ 5 മുതൽ 7 ക്ലോസ് 1 വരെ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 5 തൊട്ട് 7 ക്ലോസ് 1 വരെ അതുമായി ബന്ധപ്പെട്ടതാണ്. നിയമവ്യവസ്ഥകൾ നടപ്പിലാക്കുന്നതിനും നിരീക്ഷിക്കുന്നതിനുമായി ഓരോ ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും പ്രാദേശിക തല നിരീക്ഷണ സമിതി രൂപീകരിക്കണം. പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ ഘടന താഴെ ചേർക്കുന്നു. പ്രസിഡന്റ്, ചെയർമാൻ, മേയർ. ഒന്നുകിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ നഗരസഭാ ചെയർമാൻ, അല്ലെങ്കിൽ മേയർ, അവരായിരിക്കും ഇതിന്റെ ചെയർമാൻ. പഠിച്ചേ, ചെയർമാൻ മറന്നു പോരുത്. പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷൻ, അല്ലെങ്കിൽ കോർപ്പറേഷൻ മേയർ. കൃഷി ഓഫീസർമാർ, വില്ലേജ് ഓഫീസർമാർ, പ്രദേശത്തെ നെൽ കൃഷിക്കാരുടെ 3 പ്രതിനിധികൾ എന്നിവരാണ് ഇതിൽ അംഗങ്ങൾ. ക്ലിയർ ആണ്? കൃഷി ഓഫീസറുണ്ട്, വില്ലേജ് ഓഫീസറുണ്ട്, പിന്നെ 3 നെൽകൃഷി പ്രതിനിധികളുണ്ട്. കൃഷി ഓഫീസർ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ ആണ്. ആരാണ് കൺവീനർ? കൃഷി ഓഫീസർ. എന്നാൽ ചെയർമാൻ ആരാണ്? ചെയർമാൻ ഒന്നുകിൽ പഞ്ചായത്ത് പ്രസിഡന്റ്, അല്ലെങ്കിൽ നഗരസഭാ അധ്യക്ഷൻ, അല്ലെങ്കിൽ മേയർ. അപ്പോ നമ്മളിപ്പോ പഠിച്ചത് പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ കൃഷി ഓഫീസർ എന്നാണ്. എന്നാൽ ഈ ചോദ്യം നോക്കൂ, ഈ ചോദ്യത്തിൽ പ്രാദേശിക തല നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 4ാമത്തെ പ്രസ്താവന
തെറ്റാണ്. ജില്ലാതല സമിതി സബ് കളക്ടർ RDO, സബ് കളക്ടർ അല്ലെങ്കിൽ RDO അധ്യക്ഷനായി ഒരു ജില്ലാതല അധികൃത സമിതി ജില്ലാ കളക്ടർ രൂപീകരിക്കണം. അപ്പൊ ജില്ലാ സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. എടുത്തു പഠിക്ക്, ജില്ലാ സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്, ജില്ലാ കളക്ടർ. പക്ഷെ അതിന്റെ തലവൻ RDO അല്ലെങ്കിൽ സബ് കളക്ടർ ആയിരിക്കും. അപ്പൊ ഈ ചോദ്യത്തില് ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടർ ആണെന്ന് കൊടുത്തിരിക്കും. നമ്മളിപ്പോ കൃത്യമായി പഠിച്ചു, ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണ്. അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ പ്രസ്താവന ശരിയാണ്. ഇനി ഒരു പ്രസ്താവനയാണ് ബാക്കിയുള്ളത്. മൂന്നാമത്തെ പ്രസ്താവന, പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി രൂപീകരണ തീയതി മുതൽ 5 വർഷമായിരിക്കും എന്ന് കൊടുത്തിരിക്കുന്നു. അത് തെറ്റാണ്, പഠിച്ചോളുക. പ്രാദേശിക നിരീക്ഷണ സമിതി രൂപീകരിക്കുന്നത് മുതൽ 3 വർഷമാണ് അതിന് കാലാവധി ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഒന്നാമത്തെ പ്രസ്താവനയും രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണ്. അതായത് നെൽവയലിന്റെ ഡെഫിനിഷനും ശരിയാണ്. ജില്ലാതല അധികൃത സമിതി രൂപീകരിക്കുന്നത് ജില്ലാ കളക്ടറാണെന്ന് പറയുന്നത് ശരിയാണ്. 2 തെറ്റുകൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കാലാവധി 5 വർഷമായിരിക്കും എന്നുള്ളത് തെറ്റ്, 3 വർഷമാണ്. പ്രാദേശിക നിരീക്ഷണ സമിതിയുടെ കൺവീനർ വില്ലേജ് ഓഫീസർ എന്ന് കൊടുത്തിരിക്കുന്നു, തെറ്റാണ്, കൃഷി ഓഫീസറാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ 3ഉം 4ഉം തെറ്റായ പ്രസ്താവനകളാണ്. ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം. കാരണം മൂന്നാമത്തതും തെറ്റ്, നാലാമത്തതും തെറ്റ്. ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ്. 3ഉം 4ഉം തെറ്റാണ്. അപ്പൊ നമ്മൾ അതിൽ സമിതികൾ പഠിച്ചു, ജില്ലാ സമിതി പഠിച്ചു. ഏതെങ്കിലും ജില്ലയിൽ ഒന്നിൽ കൂടുതൽ RDOമാർ ഉണ്ടെങ്കിൽ അവരിൽ ഒരാളെ ജില്ലാതല അധികൃത സമിതിയിൽ ജില്ലാ കളക്ടർ നാമനിർദ്ദേശം ചെയ്യും, ഒന്നിലധികം RDOമാർ ഉണ്ടെങ്കിൽ. ഇനി സംസ്ഥാന സമിതി പൊതു ആവശ്യങ്ങൾക്കായി നെൽവയൽ നികത്തുന്നതിനുള്ള അപേക്ഷകൾ പരിശോധന നടത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ കാർഷികോൽപാദന കമ്മീഷണർ, നോക്കിക്കോ, കാർഷിക ഉൽപാദന കമ്മീഷണർ, അടുത്ത പരീക്ഷയിലെ ചോദ്യം ഇതായിരിക്കും. നമ്മുടെ ഇവിടുത്തെ അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണർ കൺവീനറായി. അപ്പൊ സംസ്ഥാന സമിതിയുടെ കൺവീനർ ആരെന്ന് ചോദിച്ചാൽ അത് അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ കമ്മീഷണറാണ്. അപ്പൊ നിങ്ങൾ 3ന്റെയും പദവികൾ മറന്നു പോകരുത്. ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. പ്രാദേശിക തല സമിതി എടുത്താൽ ചെയർമാൻ പഞ്ചായത്ത് പ്രസിഡന്റും കൺവീനർ ആ പ്രദേശത്തെ കൃഷി ഓഫീസറും. പ്രാദേശികം. ജില്ല എടുത്താൽ RDO ചെയർമാനും ജില്ലയിലും ഒരു കൃഷി ഓഫീസറുണ്ട്, അദ്ദേഹം അതിന്റെ കൺവീനറും ആയിരിക്കും. സംസ്ഥാനം എടുത്താൽ അതിന്റെ കൺവീനർ ആരെന്ന് കൃത്യമായി കൊടുത്തിരിക്കുന്നു, അത് കാർഷികോൽപാദന കമ്മീഷണറാണ് അതിന്റെ കൺവീനറായി പ്രവർത്തിക്കുന്നത്. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ചോദ്യം വരും, കൃത്യമായി പഠിച്ചിട്ട് പോവുക. വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടുകൾ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ലക്ഷ്യയുടെ ആപ്പ് എടുത്തവർ കൃത്യമായി ക്ലാസ് കാണുക. യൂട്യൂബ് ഉപയോഗിക്കുന്നവർക്ക് ഇതിനകത്ത് ഈ ടോപ്പിക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, നെൽവയൽ നിയമം, അത് പഠിച്ചിട്ട് പോവുക. ഓക്കെ, ശരി. ഇനി അടുത്ത രണ്ടാമത്തെ ചോദ്യം, ഇന്ത്യയിൽ നടപ്പിലാക്കിയ ചില പ്രധാനപ്പെട്ട തൊഴിൽ പദ്ധതികളുടെ കാലഗണനാ ക്രമം എഴുതാനാണ്. ഇതിവിടെ നിൽക്കട്ടെ, നമുക്ക് വ്യക്തമായി പെട്ടെന്ന് ഓട്ടിച്ച് പഠിച്ചിട്ട് വരാം എല്ലാ തൊഴിൽ പദ്ധതികളും. ആദ്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ തൊഴിൽ ഉറപ്പ് പദ്ധതികളാണ്. എല്ലാം ഓർഡറിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ വർഷങ്ങളല്ല ഞാൻ ഒന്ന് ഓർത്ത് വയ്ക്കാൻ വേണ്ടി എളുപ്പ വഴി പറഞ്ഞുതരാം. ശ്രദ്ധിച്ചോ, ഇവിടെ ഇന്ത്യയിൽ ഫുഡ് ഫോർ വർക്ക് എന്നൊരു പദ്ധതി 1977 ആരംഭിച്ചു. ഇങ്ങനെ കറക്റ്റ് കഥ പോലെ പഠിക്കേ. അപ്പൊ ആദ്യം ആരംഭിക്കുന്ന ഫുഡ് ഫോർ വർക്കാണ്. ഞാൻ പറഞ്ഞത് ഫുഡ് ഫോർ വർക്ക് എന്നാണ്, നാഷണൽ ഫുഡ് ഫോർ വർക്ക് എന്നല്ല. ഫുഡ് ഫോർ വർക്ക് എന്നാണ് പറഞ്ഞത്, നാഷണൽ ഫുഡ് ഫോർ വർക്ക് എന്നല്ല. ഇത് ഫുഡ് ഫോർ വർക്കാണ്. ശ്രദ്ധിച്ചിരുന്നോളെ, 1977 ഫുഡ് ഫോർ വർക്ക്. ഈ പദ്ധതി 1980 ആയപ്പം ഏത് പദ്ധതി? ഫുഡ് ഫോർ വർക്ക് പദ്ധതി NREP എന്ന പദ്ധതിയായിട്ട് മാറി, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ശ്രദ്ധിച്ചോ, നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് പ്രോഗ്രാം. ഈ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമാണ് NREP ആയത്. ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ തന്നെ 1983 ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇന്ദിരാഗാന്ധി മറ്റൊരു പദ്ധതിയും കൂടെ ആരംഭിച്ചു, RLEGP. അപ്പൊ 77 ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പരിഷ്കരിച്ച് വന്ന പദ്ധതി 1980 NREP. 1977 ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം പരിഷ്കരിച്ച് വന്ന പദ്ധതി 1980 NREP. അതിനോടൊപ്പം ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് നടപ്പിലാക്കുന്നതാണ് RLEGP, റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം. ശ്രദ്ധിച്ചു കേട്ടോ, ഈ 2 പദ്ധതിയും കൂടെ മെർജ് ചെയ്ത്. ഏതൊക്കെ? NREPയും RLEGPയും. NREPയും RLEGPയും. അങ്ങനെ വന്ന പദ്ധതിയാണ് 89 ജവഹർ റോസ്ഗാർ യോജന. 1989 1989 ജവഹർ റോസ്ഗാർ യോജന എന്ന പദ്ധതി വന്നു. ഈ ജവഹർ റോസ്ഗാർ യോജനയുടെ 2 സബ് സ്കീമായിരുന്നു. എന്ന് പറഞ്ഞാൽ ജവഹർ റോസ്ഗാർ യോജനയോടൊപ്പം സബായിട്ട് അതിനോടൊപ്പം നടപ്പിലാക്കിയ പദ്ധതിയാണ് ഇന്ദിരാ ആവാസ് യോജന എന്ന പദ്ധതി, അതുപോലെ മില്യൺ വെൽ സ്കീം എന്ന പദ്ധതി. ഈ 2 പദ്ധതി, ഇന്ദിരാവാസ് യോജനയുടെ വർഷം ചോദിച്ചാൽ 85, ഇന്ദിരാവാസ് യോജന 85, മില്യൺ വെൽ സ്കീം 88-89 നടപ്പിലാക്കിയ പദ്ധതിയാണ്. പക്ഷേ ജവഹർ
റോസ്ഗാർ യോജന വന്നപ്പോൾ ഈ രണ്ട് പദ്ധതിയും ഈ JRYയിലോട്ട് ലയിപ്പിച്ചു, അതിൽ മെർജ് ചെയ്തുകൊണ്ട് സബ് പ്ലാൻ ആയിട്ട് നടപ്പിലാക്കി. അപ്പൊ ഒന്നുകൂടി നമ്മൾ പഠിച്ചതൊന്ന് ഓർത്തെടുക്ക്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 1977. ശ്രദ്ധിച്ചോ, ഇത് നേരെ വന്നിട്ട് 80-ൽ NREP ആവും. NREP ഇത് 83-ൽ RLEGP എന്ന പദ്ധതിയാവും. RLEGP 83-ൽ. ഇത് രണ്ടും കൂടെ മെർജ് ചെയ്ത് 89-ൽ ജവഹർ റോസ്ഗാർ യോജനയാവും. ജവഹർ റോസ്ഗാർ യോജന അതിന്റെ സബ് പ്ലാനാണ് IAYയും മില്യൺ വെൽ സ്കീം. ഇനി തീർന്നില്ല. ഈ ജവഹർ റോസ്ഗാർ യോജന 10 വർഷം പൂർത്തിയായി 1999 ആയപ്പം ജവഹർ ഗ്രാം സമൃദ്ധി യോജന എന്ന പദ്ധതിയായിട്ട് മാറി. 1999 ജവഹർ റോസ്ഗാർ യോജന 99 എന്തായി? ജവഹർ ഗ്രാം സമൃദ്ധി യോജന. ഈ പദ്ധതിക്ക് തൊട്ട് മുമ്പ് PV നരസിംഹറാവുവിന്റെ കാലത്ത് അദ്ദേഹം നടപ്പിലാക്കിയ ഒരു പദ്ധതിയുണ്ട്, EAS എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം. എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം പിന്നീട് എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഈ ജവഹർ ഗ്രാം സമൃദ്ധി യോജനയും എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീമും കൂടെ ചേർത്ത് അടൽ ബിഹാരി വാജ്പേയി 2001 ആരംഭിച്ച പദ്ധതിയാണ് സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, SGRY. സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന. അപ്പോൾ അത് ഏതൊക്കെ പദ്ധതിയാണ്? എംപ്ലോയ്മെന്റ് അഷുറൻസും ജവഹർ ഗ്രാം സമൃദ്ധി യോജനയും. അതിനുശേഷം വന്ന മൻമോഹൻ സിംഗ് 2004 നടപ്പിലാക്കിയതാണ് നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004 മൻമോഹൻ സിംഗ് നടപ്പിലാക്കി. ഈ രണ്ട് പദ്ധതിയും കൂടെ മെർജ് ചെയ്തുകൊണ്ട് 2005 പാസാക്കിയ പദ്ധതിയാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട്. അത് ആക്ട് 2005 പാസാക്കി 2006 ആ പദ്ധതി ഇന്ത്യയിൽ നടപ്പിലാക്കി. ഇങ്ങനെയാണ് ഇന്ത്യയിലെ തൊഴിലുറപ്പിന്റെ ഒരു ചെറിയ രൂപം. ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞു തന്നില്ല, പക്ഷേ ഈ ചാർട്ട് നിങ്ങൾ കൃത്യമായി എഴുതി വെച്ച് ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടും. അത് ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മനസ്സിലാവും. ആദ്യം മുതലൊന്ന് നോക്കിക്കോ ചാർട്ടിൽ. ആദ്യം ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന പദ്ധതി വന്നു 1977. പഠിച്ചേ. അത് നേരെ വന്ന് 1980-ൽ NREP എന്ന പദ്ധതിയാവും. അതവിടെ നിർത്തിക്കൊണ്ട് തന്നെ 83-ൽ RLEGP റൂറൽ ലാൻഡ്ലെസ് എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം എന്ന പദ്ധതിയായി. എന്നിട്ട് ആ രണ്ട് പദ്ധതി മെർജ് ചെയ്ത് നോക്കിക്കോ. 89 ആയപ്പം ജവഹർ റോസ്ഗാർ യോജന എന്ന പദ്ധതിയായി. ഈ ജവഹർ റോസ്ഗാർ യോജനയിലെ രണ്ട് സബ് സ്കീം ആയിരുന്നു ഇന്ദിരാ ആവാസ് യോജനയും മില്യൺ വെൽ സ്കീം, ദശലക്ഷം കിണർ പദ്ധതി എന്ന് മലയാളത്തിൽ പറയും. ഈ 89-ലെ ജവഹർ റോസ്ഗാർ യോജന നേരെ 10 കൊല്ലം കഴിഞ്ഞ് 99-ൽ ജവഹർ ഗ്രാം സമൃദ്ധി യോജനയാവും. ശ്രദ്ധിച്ചോ, ജവഹർ ഗ്രാം സമൃദ്ധി യോജനയായിട്ട് മാറും 99-ൽ. ഇതും 93-ൽ നമ്മുടെ PV നരസിംഹറാവു ആരംഭിച്ച പദ്ധതി ഏതാണ്? എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം. അതും കൂടെ ചേർന്നാണ് 2001-ൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന വന്നത്. അതിനെ തുടർന്ന് മൻമോഹൻ സിംഗ് 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം കൊണ്ടുവന്നു. അത് രണ്ടും കൂടെ മെർജ് ചെയ്തുകൊണ്ടാണ് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം നിലവിൽ വന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ വർഷങ്ങളൊക്കെ പറയാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 77, NREP 80, RLEGP 83, ഇന്ദിരാ ആവാസ് യോജന 85, മില്യൺ വെൽ സ്കീം 88, 89, ജവഹർ റോസ്ഗാർ യോജന 89, എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം 93, ജവഹർ ഗ്രാം സമൃദ്ധി യോജന 99, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന 2001, നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 2004, മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി ആക്ട് 2005. പക്ഷേ പ്രാബല്യത്തിൽ വന്നത് 2006 മുതൽ. നിങ്ങൾ ഈ ചാർട്ട് വരച്ചെടുത്ത് പഠിച്ചാൽ ഉറപ്പായിട്ട് ഒരു പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് കിട്ടും. പിന്നെ പ്രധാനമന്ത്രിമാരെയും കൂടെ നോട്ടിച്ച് പറഞ്ഞു പോവാം. NREP, RLEGP അതൊക്കെയാണ് കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് NREP, RLEGP. പിന്നെ ഇന്ദിരാ ആവാസ് യോജന, മില്യൺ വെൽ സ്കീം, ജവഹർ റോസ്ഗാർ യോജന ഇത് മൂന്നും രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. ജവഹർ ഗ്രാം സമൃദ്ധി യോജനയും സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ്. നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും മഹാത്മാഗാന്ധി തൊഴിലുറപ്പും മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. മഹാത്മാഗാന്ധി തൊഴിലുറപ്പും നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാമും മൻമോഹൻ സിംഗിന്റെ കാലത്താണ്. എന്നാൽ സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയും ജവഹർ ഗ്രാം സമൃദ്ധി യോജനയും അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ്. എംപ്ലോയ്മെന്റ് അഷുറൻസ് സ്കീം PV നരസിംഹറാവുവിന്റെ കാലത്താണ്. ജവഹർ റോസ്ഗാർ യോജന, ഇന്ദിരാ ആവാസ് യോജന, മില്യൺ വെൽ സ്കീം രാജീവ് ഗാന്ധിയുടെ കാലത്താണ്. NREPയും RLEGPയും നടപ്പിലാക്കുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ്. ഇത് ഇത്രയും തൊഴിലുറപ്പാണ്. ഇത് ഇത്രയും ഞാൻ പറഞ്ഞത് എന്താണ്? തൊഴിൽ ഉറപ്പ്, റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. ശരി, അപ്പൊ നമുക്കിനി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പദ്ധതികളൊന്ന് പഠിക്കാം. 1979-ൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ സ്വയം തൊഴിൽ പദ്ധതിയാണ് ട്രൈസം എന്ന് പറയുന്ന പദ്ധതി. സിമ്പിൾ ആണ്, കാണാപ്പാടൊന്നും പഠിക്കണ്ട. നോക്കിക്കടേ, ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത്
ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞാൻ ഈ പറയുന്ന ആംഗിളിൽ പഠിച്ച ഒരിക്കലും തെറ്റൂല. ആദ്യം നിങ്ങൾക്ക് ട്രെയിനിങ് തരയാണ്. അതാണ് ട്രൈസം 1979. ട്രെയിനിങ് പൂർത്തിയായി കഴിഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ട്രെയിൻഡ് ആയി. പക്ഷെ സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങാൻ നിങ്ങളിൽ കാശുമില്ല, ഒരു സാമ്പത്തിക സഹായവും കിട്ടുന്നില്ല. അതിനെ തുടർന്ന് 1980 കൊണ്ടുവന്ന പദ്ധതിയാണ് IRDP എന്ന് പറയുന്ന പദ്ധതി. ഏത് പദ്ധതിയാണ്? IRDP, ഇന്റഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെന്റ് പ്രോഗ്രാം. അപ്പൊ നിങ്ങൾക്ക് സാമ്പത്തിക സഹായം കിട്ടി തുടങ്ങി. ഗ്രാമങ്ങളിൽ സ്വയം തൊഴിൽ നടത്താൻ വേണ്ടി സാമ്പത്തിക സഹായം IRDP പഠിച്ചേ. അപ്പോ നിങ്ങൾ സ്വന്തമായിട്ട് ബിസിനസ് ചെയ്യുന്നെങ്കിലും പെൺകുട്ടികൾക്കൊക്കെ ഇത് ഒറ്റയ്ക്ക് നടത്താനുള്ള ഒരു ധൈര്യക്കുറവെന്നുണ്ടായിരുന്നത് കൊണ്ട് ഗവൺമെന്റ് പറഞ്ഞു ഒരു കൂട്ടം സ്ത്രീകൾക്ക് സ്വയം സംരംഭങ്ങൾ തുടങ്ങാൻ സഹായം നൽകാൻ വേണ്ടി ഒരു പദ്ധതി തുടങ്ങി. ആ പദ്ധതിയുടെ പേരാണ് 1983 DWCRA. ഇത് LDക്കൊന്നും ചോദിക്കാറില്ല, എങ്കിലും കഥ പോലെ പഠിക്കാൻ എളുപ്പമാണ്. ഡെവലപ്മെന്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ്. ഏത് വർഷം? 83. അപ്പോൾ സ്ത്രീകൾക്ക് എന്താണ് സ്വയം സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാമ്പത്തിക സഹായം കിട്ടി. അപ്പോൾ അടുത്ത ചില ആളുകൾക്ക് സാമ്പത്തിക സഹായം കൊടുത്ത് എന്തിനെന്നറിയാമോ? ടൂൾ കിറ്റ് വാങ്ങാനാണ്. അതായത് സ്കില്ലുണ്ട് പക്ഷെ ടൂൾസ് ഇല്ല ജോലി ചെയ്യാൻ വേണ്ടി. അങ്ങനെ ടൂൾ കിറ്റ് വിതരണം നടത്തിയ ഒരു പദ്ധതി വന്നു 1992. ഇതൊന്നും എക്സാമിന് ചോദിക്കില്ല, ജസ്റ്റ് കഥ പോലെ പഠിച്ചു വയ്ക്കുക. ഇതിന് പുറമെ 1997 ജലസേചനം സൗകര്യം കർഷകർക്ക് ഉണ്ടാക്കാൻ വേണ്ടി അവർക്ക് സാമ്പത്തിക സഹായം കൊടുക്കും. എന്തിന്? കിണർ കുഴിക്കാൻ. കിണർ കുഴിച്ചു കൊടുക്കൂല, അത് മില്യൺ വെൽ സ്കീമാണ്. ഇത് ഞാൻ പറഞ്ഞത് ജലസേചന സൗകര്യത്തിന് വേണ്ടി ഫണ്ട് അനുവദിക്കുന്ന പദ്ധതി. അതിന്റെ പേര് ഗംഗാ കല്യാൺ യോജന എന്നാണ്. 1997. ഈ പറഞ്ഞ എല്ലാ പദ്ധതിയും കൂടെ മെർജ് ചെയ്തുകൊണ്ട് 1999 വന്ന പദ്ധതിയാണ്. ശ്രദ്ധിച്ചോ. അടുത്ത പരീക്ഷയിലെ ചോദ്യം ഇതായിരിക്കെ. അടുത്ത പരീക്ഷയിലെ ചോദ്യം സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന. അപ്പൊ സ്വറോസ്കാർ യോജന എന്ന് പറയുമ്പോൾ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്, ശ്രദ്ധിച്ചോ, ഫോക്കസ് സ്വ എന്ന് പറയുമ്പോഴേ നിങ്ങൾ വിചാരിച്ചോളാം സ്വയം തൊഴിലാണ്. സ്വറാസ്കാർ എന്ന വാക്ക് വന്നാൽ പിന്നെ ടെൻഷൻ വരരുത്. അത് സ്വയം തൊഴിലാണ്, സ്വയം തൊഴിൽ പദ്ധതിയാണ്. അപ്പോൾ ഈ സ്വർണ്ണ ജയന്തി സ്വറോസ്കാർ യോജന 99 ആരംഭിക്കുമ്പോൾ നമ്മൾ നേരത്തെ പഠിച്ച തൊഴിലുറപ്പുണ്ട്. ഏത്? ജവഹർ ഗ്രാം സമൃദ്ധി യോജന. അപ്പൊ 99 ഗ്രാമങ്ങളിലെ തൊഴിലുറപ്പ് ജവഹർ ഗ്രാം സമൃദ്ധി യോജനയും 99 ഗ്രാമങ്ങളിലെ സ്വയം തൊഴിൽ പദ്ധതി സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന 99 തുടങ്ങി. ഇത് 2011 ആയപ്പം നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ എന്ന പേരിലേക്ക് മാറ്റി. NRLM എന്ന പദ്ധതിയായി 2011. ഇപ്പൊ ഇത് ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നു. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്ന പേരിൽ 2014 മുതൽ അറിയപ്പെടുന്നു. ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്ന പേരിൽ അറിയപ്പെടുന്നു. അപ്പൊ നമ്മുടെ രാജ്യത്തിൽ നടപ്പിലാക്കിയ സ്വയം തൊഴിലുകളൊന്ന് പഠിക്കാം. ഇങ്ങനെ പഠിക്കുക. നിങ്ങൾക്ക് ആദ്യം ട്രെയിനിങ് തന്നു 79 ട്രൈസം. നിങ്ങൾക്ക് പിന്നെ സാമ്പത്തിക സഹായം തന്നു 80 IRDP. സ്ത്രീകളുടെ സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി 83 DWCRA. 92 ടൂൾ കിറ്റ് ആവശ്യമുള്ളവർക്ക് ടൂൾ കിറ്റ് നൽകി. 97 ഗംഗാ കല്യാൺ യോജന ആരംഭിച്ചു. ഇതെല്ലാം കൂടെ മെർജ് ചെയ്തിട്ട് 99 ആരംഭിച്ച പദ്ധതി ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സ്വയം തൊഴിൽ പദ്ധതി സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന 99 അത് 2011 NRLM ആയിട്ട് മാറി. 2014 ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എന്ന പദ്ധതിയായിട്ട് മാറുകയാണ് ചെയ്തത്. അപ്പൊ നമ്മൾ ഏകദേശം വർഷങ്ങളൊക്കെ പഠിച്ച ഓർമ്മയുണ്ടല്ലോ. ഒന്നുകൂടി 1 മിനിറ്റിൽ എല്ലാം പഠിച്ചു പോവാം. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം 77, NREP 80, RLAGP 83, ഇന്ദിരാവാസ് യോജന 85, മില്യൺ വെൽ സ്കീം 88-89, ജവഹർ ഗ്രാം സമൃദ്ധി യോജന 89, എംപ്ലോയ്മെന്റ് ആക്ഷൻ സ്കീം PV നരസിംഹറാവുവിന്റെ കാലത്ത് 93, ജവഹർ ഗ്രാം സമൃദ്ധി യോജന അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് 99, സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്കാർ യോജന 2001 അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത്, 2004 നാഷണൽ ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം മൻമോഹൻ സിംഗിന്റെ കാലത്ത്, 2005 നിയമം പാസ്സാക്കുന്നു, 2006 വരുന്നു മൻമോഹൻ സിംഗിന്റെ കാലത്ത്. ഏത്? മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി. ഇവിടെ 79 ട്രൈസം, 80 IRDP, 83 DWCRA, 92 ടൂൾ കിറ്റ് കൊടുത്തു പരിപാടി, 97 ഗംഗാ കല്യാൺ യോജന. ഇതെല്ലാം കൂടെ മെർജ് ചെയ്തുകൊണ്ട് സ്വർണ്ണ ജയന്തി ഗ്രാം സ്വറോസ്കാർ യോജന വരുന്നു 1999. 2011 NRLM ആവുന്നു. 2014 ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന ആവുന്നു. ഇത്രയാണ് ഗ്രാമങ്ങളിലെ സ്വയം തൊഴിലും തൊഴിലുറപ്പ് പദ്ധതികളും. അടുത്ത പരീക്ഷയ്ക്ക് പോകുമ്പോൾ പഠിച്ചിട്ട് പോയാൽ ഉപകാരപ്പെടും. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിലോട്ട് കടക്കാം. കാലഗണനാക്രമം എഴുതണം. മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി സ്കീം, അതിൽ നമുക്ക് 2005 എന്ന് എഴുതാം. ആക്ട്
ഓക്കെ, നിലവിൽ വന്നാണെങ്കിൽ 2006 പദ്ധതിയായിട്ട്. ജവഹർ റോസ്ഗാർ യോജന നമ്മൾ ഇന്ന് പഠിച്ചതാണ്, 1989. ഓക്കെ, SGRY സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന 2001. IRDP 1980. ക്ലിയർ ആണ്. IRDP ഏത് വർഷം? 1980. അന്ന് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതിൽ ഒറ്റയാനെ കണ്ടെത്താൻ പറയുന്നു, ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ IRDP ആണ്. IRDP സ്വയം തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ്. എന്നാൽ മഹാത്മാഗാന്ധി ജവഹർ റോസ്ഗാർ യോജനയും സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജനയൊക്കെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ടതാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ആദ്യം വരേണ്ടത് IRDP 4 ആദ്യം വരേണ്ടത്. പിന്നെ വരുന്നത് ജവഹർ റോസ്ഗാർ യോജന എന്ന 2 വരേണ്ടത്. അതിനുശേഷം വരുന്ന സമ്പൂർണ്ണ ഗ്രാമീൺ റോസ്ഗാർ യോജന 3 വരേണ്ടത്. ഏറ്റവും ഒടുവിൽ വരേണ്ടത് 1 മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാമാണ്. 4, 2, 3, 1. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ സി ആണ് ഇതിന്റെ ശരി ഉത്തരം. പഠിച്ചിട്ട് പോവുക, പരീക്ഷയ്ക്ക് ചോദിക്കും. നെക്സ്റ്റ്, താഴെ പറയുന്ന 2 പ്രസ്താവനകൾ പരിഗണിക്കുക. എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അപ്പൊ ഭൂപരിഷ്കരണ നിയമം പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഓർത്തിരിക്കുക. കേരളത്തിൽ EMSന്റെ കാലത്ത് KR ഗൗരി റവന്യൂ വകുപ്പ് മന്ത്രിയായിരുന്നപ്പോ ഇവിടെ അവതരിപ്പിച്ച, ശ്രദ്ധിച്ചിരിക്കണേ, കാർഷിക ബന്ധ ബിൽ എന്നൊരു ബില്ലുണ്ടായിരുന്നു. ഈ ബില്ല് ആണ് കേരളത്തിൽ ഭൂപരിഷ്കരണത്തിന് വേണ്ടി ആദ്യം നടപ്പിലാക്കിയ ഒരു ബില്ല്. ഇത് 57 ഡിസംബർ 21 KR ഗൗരി അവതരിപ്പിച്ചു. എന്നാൽ ഇത് നിയമസഭയിൽ പാസ്സാക്കിയത് 59. പക്ഷെ ഗവർണർ ഒപ്പിട്ടില്ല. കഥ പോലെ പഠിക്ക്. അപ്പോഴത്തേക്ക് വിമോചന സമരം വന്ന ഒന്നാമത്തെ EMS സർക്കാരിനെ പിരിച്ചുവിട്ടു. ഇതാണ് തുടക്കം. ഞാൻ ബ്രീഫായിട്ടാണ് പറയുന്നത്. EMS, KR ഗൗരി, കാർഷിക ബന്ധ ബിൽ, ഇതാണ് നമ്മൾ ആദ്യത്തെ ഒരു നിയമം പോലെ നമ്മൾ മുന്നോട്ട് വെച്ചത്. പക്ഷെ പാസ്സാക്കിയില്ല. ഡിസംബർ 21 57 ഇത് അവതരിപ്പിച്ചു KR ഗൗരി. 59 ഇത് നിയമസഭയിൽ പാസ്സായി, ഗവർണർ ഒപ്പിട്ടില്ല. വിമോചന സമരം വന്ന ഒന്നാമത്തെ EMS സർക്കാർ പിരിച്ചുവിടപ്പെട്ടു. ഓക്കെ, അതിനുശേഷം പട്ടം താണുപിള്ളയുടെ സർക്കാർ വന്നു. അദ്ദേഹം 1961 ഈ കാർഷിക ബന്ധ ബില്ല് പാസ്സാക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ കാലത്ത് പാസ്സായി, അതായത് നിയമസഭയിലും പാസ്സായി, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുകയും ചെയ്തു. പാസ്സായി. പക്ഷേ ഈ പല നിയമ കുരുക്കുകൾ കാരണം ഇത് പിന്നീട് എന്ത് ചെയ്യപ്പെട്ടു? റദ്ദ് ചെയ്യപ്പെട്ടു. അപ്പൊ പട്ടം താണുപിള്ളയുടെ കാലത്ത് കാർഷിക ബന്ധ ബില്ലിന്റെ ഒരു എക്സ്റ്റൻഷൻ പാസ്സായെങ്കിലും അത് വിജയിച്ചില്ല. ഓക്കെ, ശരി. അതിനുശേഷം ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ 1963 നമ്മുടെ നാട്ടിൽ ഭൂപരിഷ്കരണ നിയമം പാസ്സാവുന്നത്. ആർ ശങ്കർ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ. ഈ ഭൂപരിഷ്കരണ നിയമം 69 EMS പിന്നെ മുഖ്യമന്ത്രിയായപ്പോൾ ഭേദഗതി ചെയ്ത് 1970 ജനുവരി 1 C. അച്യുതമേനോൻ കേരള മുഖ്യമന്ത്രിയായപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കി. അപ്പൊ കുട്ടികൾക്കുള്ള എല്ലാം ഡൗട്ടാണ്, ഏത് മുഖ്യമന്ത്രി ഏത് ചോദ്യത്തിന് ഉത്തരം എഴുതണം. നിങ്ങൾ തിരിച്ചു പഠിച്ചു പോകും. സിമ്പിൾ ആണ്. എങ്ങനെയാണ് നടപ്പിലാക്കിയത്? C. അച്യുതമേനോൻ 70 ജനുവരി 1. ഭേദഗതി ചെയ്തത് 69 EMSന്റെ കാലത്ത്. കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത് ആർ ശങ്കറിന്റെ കാലത്ത്. എന്നാൽ ഇതിന്റെ തുടക്കം കുറിക്കുന്നത് EMSും KR ഗൗരിയും കൂടെയാണ് കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചതിലൂടെ. പക്ഷേ വിമോചന സമരത്തെ തുടർന്ന് അത് പാസ്സാക്കിയില്ല. പക്ഷെ പിന്നീട് വന്ന പട്ടം താണുപിള്ള അത് പാസ്സാക്കിയെങ്കിലും അതിന് പല നിയമ തടസ്സങ്ങൾ മൂലം റദ്ദ് ചെയ്തത്. അപ്പൊ ചുരുക്കത്തിൽ പറഞ്ഞാൽ കാർഷിക ബന്ധ ബിൽ അവതരിപ്പിച്ചത് EMSന്റെ കാലത്ത്, അവതരിപ്പിച്ചത് KR ഗൗരി. പക്ഷെ അത് കൃത്യമായി പാസ്സായത് പട്ടം താണുപിള്ളയുടെ കാലത്ത്. പക്ഷെ അത് നടപ്പിലായില്ല. പിന്നീട് വന്ന് ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയത് ആർ ശങ്കറിന്റെ കാലത്ത് 63. 69 EMSന്റെ കാലത്ത് ഭേദഗതി ചെയ്തു. 70 ജനുവരി 1 കേരളത്തിൽ മൊത്തത്തിൽ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കി. അപ്പൊ ഇവിടെ പറയുന്നത് കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കിയപ്പോൾ പട്ടം താണുപിള്ളയായിരുന്നു മുഖ്യമന്ത്രി എന്നാണ്. അത് തെറ്റാണ്. ആർ ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രി. ഇനി അതിനുശേഷം 63 കേരള ഭൂപരിഷ്കരണ നിയമത്തിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. നമുക്കതൊന്ന് പഠിച്ചിട്ട് വരാം. ആദ്യം ശ്രീധര മേനോൻ സാറിന്റെ കേരള ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഭൂപരിഷ്കരണ നിയമത്തെ കുറിച്ച് അദ്ദേഹം മെൻഷൻ ചെയ്തിട്ടുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. 1963 കേരള ഭൂപരിഷ്കരണ നിയമം 1963 കേരള ഭൂപരിഷ്കരണ നിയമം പാസ്സാക്കി. ഈ ആക്ട് പുതിയ കുടിയായ്മകളെ സൃഷ്ടിക്കുന്നത് നിരോധിച്ചു. അതായത് കുടിയായ്മ എന്ന സമ്പ്രദായം വേണ്ട. കുടിയാന്റെ കൈവശം ഇരിക്കുന്ന ഭൂമി അയാൾക്ക് ഭൂ ഉടമയിൽ നിന്ന് വിലയ്ക്ക് വാങ്ങാൻ അധികാരം നൽകുകയും വിലയ്ക്ക് വാങ്ങാനുള്ള അധികാരം നൽകി ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമി പരിധി നിശ്ചയിക്കുകയും ചെയ്തു. അതായത് വിലയ്ക്ക് വാങ്ങാനുള്ള അധികാരം നൽകി. എവിടെന്ന്? നമ്മുടെ ഭൂ ഉടമയിൽ നിന്ന് തന്നെ വിലയ്ക്ക് വാങ്ങാനുള്ള അധികാരം നൽകി. ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാവുന്ന പരമാവധി ഭൂമിയുടെ പരിധി നിശ്ചയിച്ചു. അതായത് ഒരു കുടുംബത്തിന് കൈവശം വയ്ക്കാൻ പറ്റുന്ന പരമാവധി ഭൂമി അത് എത്രയാണെന്നുള്ളതിന്റെ ഒരു പരിധി നിശ്ചയിച്ചു. ചുരുക്കത്തിൽ പറഞ്ഞാൽ
കൃഷിഭൂമിയുടെ ഏകീകരണം നടത്തി, ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിച്ചു, എത്ര ഭൂമി നമ്മുടെ കൈവശം വയ്ക്കാമെന്ന്, മിച്ച ഭൂമി പിടിച്ചെടുത്ത് ഭൂമി ഇല്ലാത്തവർക്ക് നൽകൽ, ആ ഒരു സംവിധാനം ഏർപ്പെടുത്തി, കുടിയാൻ ആധാരം നിർത്തലാക്കി. കുടിയാൻ ആധാരം എന്ന് പറഞ്ഞാൽ കുടിയടപ്പ് ഇനി ഇല്ല, കുടിയാൻ ആധാരം എന്ന് പറയുന്ന സംഭവം ഇല്ല, പകരം അവർക്ക് ഉടമസ്ഥാവകാശമാണ്. അതായത് കുടിയാൻ ആധാരം എന്ന് പറയുന്ന സിസ്റ്റം നിർത്തലാക്കി, പകരം കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി. കുടിയാൻ ആധാരം എന്നൊരു ആധാരം ഇല്ല, പകരം ഉടമസ്ഥാവകാശം നൽകി. ലാൻഡ് ട്രിബ്യൂണൽ സ്ഥാപിതമായി. ഇത്രയുമാണ് ഭൂപരിഷ്കരണത്തിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ. അപ്പൊ ഇത് കൃത്യമായി പഠിച്ചിട്ട് പോവുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്ന് ചോദിച്ച ചോദ്യത്തിലോട്ട് വരാം. 1963 ഭൂപരിഷ്കരണ നിയമത്തിൽ ഭൂ ഉടമസ്ഥതയിൽ പരിധി നിശ്ചയിച്ചു, ശരിയാണ്. മിച്ച ഭൂമികൾ നൽകൽ, ശരിയാണ്. കുടിയാൻ ആധാരം നിർത്തലാക്കൽ, കുടിയാൻ ആധാരം എന്നൊരു സിസ്റ്റം ഇല്ല, അതായത് കുടിയായ്മ നിർത്തലാക്കി, കൃഷി ചെയ്യുന്ന കുടിയാന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം നൽകി എന്നിവയുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഇതിനകത്തുണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ 1 തെറ്റാണ്, 2 ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഡി ആണ്. പഠിച്ചിട്ട് പോവുക. ഓക്കെ, ശരി. അടുത്ത ചോദ്യം, കേരളത്തിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടും തൊഴിൽ ലഭിക്കാത്ത മുതിർന്ന പൗരന്മാർക്കായുള്ള സ്വയം തൊഴിൽ പദ്ധതി. അപ്പോ ഇതിൽ 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതില് 3 ഓപ്ഷൻ മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. പക്ഷെ ഇതിൽ ഒരു ഓപ്ഷൻ സ്വയം പ്രഭ എന്നാണ്. എനിക്ക് തോന്നുന്നു അവരുദ്ദേശിച്ചത് സായം പ്രഭ എന്ന പദ്ധതി ആയിരിക്കാം. സ്വയം പ്രഭ എന്നൊരു പദ്ധതി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അതുണ്ട്. എങ്കിലും മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട 4 പദ്ധതികളാണ് നവജീവൻ, വയോരക്ഷ, മന്ദഹാസം, സായം പ്രഭ. ഇത് 4ഉം സാമൂഹിക നീതി വകുപ്പിന്റെ പദ്ധതികളാണ്. നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. ഒന്ന്, നവജീവൻ എന്ന് പറയുന്ന പദ്ധതി. നവജീവൻ എന്ന് പറഞ്ഞാൽ പുതിയ ജീവൻ എന്നാണ്. അതായത് നമ്മളൊരു ജോലിക്ക് വേണ്ടി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തു, പക്ഷേ ഇതുവരെയും ജോലി ലഭിച്ചിട്ടില്ല, മുതിർന്ന പൗരനായി മാറി. ആ പൗരന്മാർക്ക് നൽകുന്ന സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ. അപ്പൊ നവജീവൻ എന്ന് പറഞ്ഞാൽ സ്വയം തൊഴിൽ പദ്ധതി, മുതിർന്ന പൗരന്മാർക്കുള്ള പദ്ധതിയാണ് സ്വയം തൊഴിൽ പദ്ധതി. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചുകൊണ്ട് പോവുക. മുതിർന്ന പൗരന്മാർക്കുള്ള സ്വയം തൊഴിൽ പദ്ധതിയാണ് നവജീവൻ എന്ന് പറയുന്ന പദ്ധതി. ഇനി അടുത്തത് മന്ദഹാസം എന്ന് പറയുന്ന പദ്ധതി. അപ്പൊ ഇതിന്റെ ഉത്തരം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നവജീവനാണ്. മന്ദഹാസം എന്ന് പറഞ്ഞാൽ മന്ദഹാസം എന്ന് പറയുമ്പോൾ എന്താണ് നമ്മുടെ മനസ്സിൽ ഓർമ്മ വരുന്നത്? ഒരാൾ ചിരിക്കുന്നതാണ്. ചിരിക്കുമ്പോൾ അയാളുടെ പല്ല് ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് തെളിഞ്ഞു വരുന്നു. മന്ദഹാസം, പൊട്ടിച്ചിരിയല്ല. ആ മന്ദഹാസം ചെയ്യാൻ ഒരാൾക്ക് ഉള്ള കോൺഫിഡൻസ് അയാളുടെ പല്ലുകളും കൂടിയാണ്. അപ്പോൾ ചില ആളുകൾക്ക് പല്ല് നഷ്ടപ്പെട്ടിട്ടുള്ളവരുണ്ടാവാം. അവർക്ക് ദാരിദ്ര്യരേഖയ്ക്ക് താഴെയാണെങ്കിൽ സാമൂഹ്യ നീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്രിമ വൈപ്പ് പല്ല് അല്ലെങ്കിൽ ടൂത്ത് സെറ്റ് നൽകുന്നുണ്ട്. ആ പദ്ധതിയുടെ പേരാണ് മന്ദഹാസം എന്ന പദ്ധതി. ടൂത്ത് സെറ്റ് നൽകുന്ന പദ്ധതിയുടെ പേരെന്താണ്? മന്ദഹാസം. അപ്പൊ ജോലി കൊടുക്കുന്നത് നവജീവൻ, വൈപ്പ് പല്ല് കൊടുക്കുന്നത് മന്ദഹാസം. പിന്നെ മുതിർന്ന പൗരന്മാരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുവാനുള്ള ഒരു പദ്ധതിയുണ്ട്, അതിന്റെ പേര് വയോരക്ഷ. അതിന്റെ പേരെന്താണ്? വയോരക്ഷ എന്ന പദ്ധതിയാണ്. ഇനി ഇതിനകത്ത് ഓപ്ഷനിലുള്ള അല്ല, ഞാൻ അല്ലാത്തൊരു പദ്ധതി പറയാം, സായം പ്രഭ. ഏതാണ് പദ്ധതിയുടെ പേര്? സായം പ്രഭ. ഈ സായം പ്രഭ എന്ന് പറഞ്ഞാൽ പകൽ സമയങ്ങളിൽ മുതിർന്ന പൗരന്മാർ നേരിടുന്ന ഒറ്റപ്പെടൽ, വിരസത തുടങ്ങിയ ബുദ്ധിമുട്ടുകളിൽ നിന്നും മുതിർന്ന പൗരന്മാർക്ക് സംരക്ഷണം നൽകുന്ന ഒരു പദ്ധതിയുടെ പേരാണ് സായം പ്രഭ. സ്വയം പ്രഭയല്ല, സായം പ്രഭ. പകൽ സമയങ്ങളിലെ ഒറ്റപ്പെടൽ, വിരസത തുടങ്ങിയവയിൽ നിന്നും മോചനം നൽകാൻ വേണ്ടി, മുതിർന്ന പൗരന്മാർക്ക് മോചനം നൽകാൻ വേണ്ടി ആരംഭിച്ച പദ്ധതിയാണ് സായം പ്രഭ. പക്ഷെ ഇവിടെ കിടക്കുന്നത് സ്വയം പ്രഭയാണ്. ഇത് ഈ പരീക്ഷയെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ല, എങ്കിലും നിങ്ങൾ ഓർത്തിരിക്കുക, സ്വയം പ്രഭ എന്ന് പറയുന്ന പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയാണ്. സ്വയം പ്രഭ. GSAT-15 എന്ന ഉപഗ്രഹം ഉപയോഗിച്ചുകൊണ്ട് 24/7 വിദ്യാഭ്യാസ പരിപാടികൾ ടെലികാസ്റ്റ് ചെയ്യുന്ന 32 DTH ചാനലുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ സ്വയം പ്രഭ എന്നറിയപ്പെടുന്നത്. അത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. വിദ്യാഭ്യാസ പരിപാടികൾ നൽകുന്ന DTH ചാനലുകളുടെ ഒരു ഗ്രൂപ്പാണ് ഈ സ്വയം പ്രഭ എന്ന് പറയുന്ന പദ്ധതി. പക്ഷേ ഈ ചോദ്യം ഇട്ടാൽ ഉദ്ദേശിച്ചിട്ടുള്ളത് സായം പ്രഭ എന്നതായിരിക്കും, കാരണം എല്ലാ മുതിർന്ന പൗരന്മാരുമായിട്ടുള്ളതാണ്. നമുക്ക് ഇവിടുത്തെ ഇതൊന്നും വിഷയമല്ല. നമ്മുടെ ഉത്തരം ക്ലിയർ ആണ്. നവജീവൻ, വൈപ്പ് പല്ല് നൽകുന്നത് മന്ദഹാസം, ജീവിത ഗുണനിലവാരം ഉയർത്തുന്നത് വയോരക്ഷ, ഒറ്റപ്പെടലിൽ നിന്നുള്ള മോചനം സായം പ്രഭ. ഇത് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ്. 24/7 വിദ്യാഭ്യാസ പദ്ധതികളുടെ ചാനലുകളുടെ ഒരു ഗ്രൂപ്പാണ് DTH ചാനലുകളുടെ ഗ്രൂപ്പാണ് സ്വയം പ്രഭ എന്ന പദ്ധതി. അടുത്ത ചോദ്യം, വനിതാ ശിശുക്ഷേമ വകുപ്പ് സ്ത്രീകളുടെ സുരക്ഷയ്ക്കായും ക്ഷേമത്തിനായും നടപ്പിലാക്കിയ പദ്ധതികൾ തിരഞ്ഞെടുക്കുക. ആദ്യം അഭയകിരണം എന്ന് പറയുന്ന പദ്ധതിയാണ്. അഭയകിരണം, അതിൽ നിങ്ങൾ ഇങ്ങനെ ഓർത്തു വെച്ചിരുന്നാൽ മതി, ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകളെ പരിപാലിക്കുന്ന ബന്ധുക്കൾക്ക്
1000 രൂപ വെച്ച് സാമ്പത്തിക സഹായം കൊടുക്കുന്ന പദ്ധതിയാണ് അഭയകിരണം. വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പദ്ധതി തന്നെയാണ്. അപ്പോൾ ഈ ഉത്തരം ശരിയാണ്, ഈ ഓപ്ഷൻ ശരിയാണ്. ഭർത്താവ് മരിച്ച അശരണരായ സ്ത്രീകൾക്ക് പരിപാലനം നൽകുന്ന ബന്ധുക്കൾക്ക് 1000 രൂപ നൽകുന്ന വനിതാ ശിശുക്ഷേമ വകുപ്പിന്റെ പരിപാടിയാണ് അഭയകിരണം. ശരിയാണ്. രണ്ടാമത്തത് മംഗല്യ. വിവാഹമോചനം കഴിഞ്ഞ അല്ലെങ്കിൽ ഭർത്താവ് മരിച്ചുപോയ, അതായത് വിധവകളായ സാധു സ്ത്രീകൾക്ക് പുനർവിവാഹത്തിന് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയുടെ പേരാണ് മംഗല്യ. ആ പേര് കേൾക്കുമ്പോഴറിയാലോ വിവാഹവുമായി ബന്ധപ്പെട്ടതാണെന്ന്. സാധുക്കളായ വിധവകളുടെയും പുനർവിവാഹം ചെയ്യാവുന്ന മറ്റു സ്ത്രീകളെയും നിയമപരമായി വിവാഹമോചനം നേടി പുനർവിവാഹത്തിന് പോകുന്ന സാധുക്കളായ മറ്റു സ്ത്രീകൾക്കും സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് മംഗല്യ എന്ന് പറയുന്ന പദ്ധതി. അടുത്തത് ആശ്വാസനിധി. അതിക്രമങ്ങൾ, പലതരത്തിലുള്ള അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തര ധനസഹായം നൽകുന്ന പദ്ധതിയാണ് ആശ്വാസനിധി. അതും സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടിയുള്ള പദ്ധതിയാണ്. അതിക്രമങ്ങൾ അതിജീവിച്ച സ്ത്രീകൾക്കും കുട്ടികൾക്കും നൽകുന്ന അടിയന്തര ധനസഹായ പദ്ധതിയാണ് ആശ്വാസനിധി. പഠിച്ചിട്ട് പോവുക. അത് കഴിഞ്ഞ് സഹായഹസ്തം. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിധവകൾക്ക് എന്തെങ്കിലും സ്വയം സംരംഭങ്ങൾ തുടങ്ങാനായി 30,000 രൂപ ഒറ്റ തവണയായി നൽകുന്ന സാമ്പത്തിക സഹായ പദ്ധതിയുടെ പേരാണ് സഹായഹസ്തം. അപ്പൊ സിമ്പിളായിട്ട് പഠിക്കുക. അഭയകിരണം എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ച് അശരണരായി മറ്റൊരാളിൽ അഭയം പ്രാപിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബന്ധുക്കൾ സംരക്ഷിക്കുന്നു എങ്കിൽ ആ ബന്ധുക്കൾക്ക് പ്രതിമാസം 1000 രൂപ വെച്ച് സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് അഭയകിരണം. മംഗല്യ എന്ന് പറഞ്ഞാൽ സാധുക്കളായ വിധവകൾ, നിയമപരമായ വിവാഹമോചനം നേടിയ സ്ത്രീകൾ എന്നിവർക്ക് പുനർവിവാഹത്തിന് വേണ്ടി നൽകുന്നതാണ്. ആശ്വാസനിധി എന്ന് പറഞ്ഞാൽ അതിക്രമങ്ങൾ നേരിട്ട സ്ത്രീകൾക്കും കുട്ടികൾക്കും അടിയന്തരമായി നൽകുന്ന ധനസഹായമാണ്. സഹായസ്ഥം വിധവകൾക്ക്, സാധുക്കളായ വിധവകൾക്ക് 30,000 രൂപ ഒറ്റ തവണയായിട്ട് നൽകുന്നതാണ് സഹായസ്ഥം. അതുകൊണ്ട് തന്നെ എല്ലാ ഓപ്ഷനും ശരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയിലെ നിയമവാഴ്ച എന്ന ആശയം ഏത് വിദേശ ഭരണഘടനയുടെ സ്വാധീനത്താൽ ഉൾപ്പെടുത്തിയതാണ്? വ്യക്തമായി അടുത്ത LDC ഉള്ളവർ പഠിക്കാൻ ശ്രമിക്കേണ്ട ഒരു മേഖലയാണ് കടമെടുത്ത ആശയങ്ങൾ. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് നിയമവാഴ്ചയാണ്. റൂൾ ഓഫ് ലോ എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നാണ്. ബ്രിട്ടനിൽ നിന്ന് ഏറ്റവും കൂടുതൽ പരീക്ഷയ്ക്ക് ചോദിച്ചത് ഏക പൗരത്വം എന്ന ആശയം കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമവാഴ്ച കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. നിയമനിർമ്മാണം എന്ന പ്രക്രിയ കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ എന്ന നിയമസമത്വം കടമെടുത്തതും ബ്രിട്ടനിൽ നിന്നാണ്. എന്നാൽ ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ, തുല്യ നിയമ പരിരക്ഷ, അത് USA നിന്നാണ്. തുല്യ നിയമ പരിരക്ഷ എടുത്തു പറയാണ്, തുല്യ നിയമ പരിരക്ഷ USA നിന്ന്. എന്നാൽ നിയമവാഴ്ച, നിയമനിർമ്മാണം, നിയമസമത്വം അത് ബ്രിട്ടനിൽ നിന്നാണ്. ഏക പൗരത്വം ബ്രിട്ടനിൽ നിന്നാണ്. പാർലമെന്ററി ജനാധിപത്യം ബ്രിട്ടനിൽ നിന്നാണ്. പിന്നെ നമ്മുടെ പാർലമെന്റിന്റെ പ്രത്യേകത ഉണ്ടല്ലോ, എന്താണ്? ദ്വിമണ്ഡല സമ്പ്രദായം ബ്രിട്ടനിൽ നിന്നാണ്. ഏറ്റവും ഇമ്പോർട്ടന്റ്, ഇത് പഠിച്ചിട്ട് പോണേ, സ്പീക്കർ പദവിയും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളും കടമെടുത്തത് ബ്രിട്ടനിൽ നിന്നാണ്. അങ്ങനെ ബ്രിട്ടനുമായി ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറെ പോയിന്റ്സുകളുണ്ട്, അത് നോക്കിയിട്ട് പോവുക. ഇതിന്റെ ആൻസർ ബ്രിട്ടനാണ്. നെക്സ്റ്റ്, താഴെ പറയുന്ന അവകാശങ്ങൾ കോടതി മുഖേന പൗരന് സ്ഥാപിച്ചു കിട്ടുന്ന അവകാശം. കോടതിയിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന അവകാശങ്ങളാണ് മൗലിക അവകാശങ്ങൾ. സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം, ഇത് മാത്രമാണ് കോടതിയിലൂടെ നേടിയെടുക്കാൻ പറ്റുന്നത്. തുല്യ ജോലിക്ക് തുല്യ വേതനം, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി നേടിയെടുക്കാൻ കഴിയില്ല. ജീവനോപാധികൾ ലഭിക്കാനുള്ള അവകാശം DPSP നേടിയെടുക്കാൻ കഴിയില്ല. സാമ്പത്തിക ചൂഷണത്തിനെതിരെയുള്ള അവകാശം DPSP അത് നേടിയെടുക്കാൻ കഴിയില്ല. അപ്പൊ ആ കൂടെ നേടിയെടുക്കാൻ പറ്റുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആയ സമാധാനപരമായി യോഗം ചേരാനുള്ള അവകാശം. നെക്സ്റ്റ്, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം? അപ്പൊ നിങ്ങൾ അടുത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ നിർബന്ധമായും പഠിക്കണമെന്ന് പറയുന്നില്ല, ഒരു സജഷനാണ്. +1 പൊളിറ്റിക്കൽ സയൻസിലെ നിയമനിർമ്മാണം എന്ന് പറയുന്നൊരു ചാപ്റ്റർ ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്ക് എന്ന പുസ്തകത്തിൽ, കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിൽ നിയമനിർമ്മാണം എന്നൊരു ചാപ്റ്റർ ഉണ്ട്. അതൊന്ന് വായിച്ചിട്ട് പോയാൽ ചിലപ്പോൾ മാർക്ക് കിട്ടും, ഉറപ്പ് പറയുന്നില്ല, ഓരോ പരീക്ഷയും വ്യത്യസ്തമാണ്, എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് നിയമനിർമ്മാണം. ഓക്കെ, നിയമനിർമ്മാണത്തിനുള്ള അധികാരം പാർലമെന്റിനാണ്. താഴെ പറയുന്ന പ്രസ്താവനയിൽ ശരി ഏതെല്ലാം? നിയമനിർമ്മാണത്തിൽ രാജ്യസഭയ്ക്കും ലോക്സഭയ്ക്കും തുല്യ അധികാരമാണ്. പ്രസ്താവന ശരിയാണ്. ധനകാര്യ ബില്ലുകൾ ആരംഭിക്കുന്നത് രാജ്യസഭയിലായിരിക്കും, അത് തെറ്റാണ്. ലോക്സഭയിലാണ് ധനകാര്യ ബില്ലുകൾ ആദ്യം അവതരിപ്പിക്കുന്നത് അല്ലെങ്കിൽ ആരംഭിക്കുന്നത്, അപ്പൊ തെറ്റാണ്. നിയമനിർമ്മാണത്തിൽ രാഷ്ട്രപതിക്ക് പരിമിതമായ വീറ്റോ അധികാരമുണ്ട്. അപ്പൊ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരമുണ്ടെന്ന് നിങ്ങൾക്കറിയാം, പക്ഷേ അദ്ദേഹത്തിന്റെ വീറ്റോ അധികാരം ഭരണഘടനാ ഭേദഗതി ബില്ലുകളിൽ ഇല്ല. ആ ഭേദഗതി ബില്ലുകൾ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ഈ വാക്ക് അവർ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് പരിമിതമായ വീറ്റോ അധികാരമെന്ന്? വീറ്റോ അധികാരമുണ്ട്, അത് പരിമിതമാണോ? സാധാരണ ബില്ലുകളിൽ, ഓർഡിനറി ബില്ലുകളിൽ ഒരിക്കലും പരിമിതമല്ല.
സാധാരണ ബില്ലുകളിൽ രാഷ്ട്രപതിയുടെ വീറ്റോ അധികാരം പരിമിതമല്ല, റെസ്ട്രിക്റ്റഡ് അല്ല. എന്നാൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആണെങ്കിൽ രാഷ്ട്രപതിക്ക് വീറ്റോ അധികാരം ഉപയോഗിക്കാൻ കഴിയുകയില്ല. അപ്പൊ അതുകൊണ്ട് പരിമിതമായ എന്നത് നമുക്ക് ശരിയായിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഇതിനകത്ത് സ്റ്റേറ്റ്മെന്റ് 1 ശരിയാണ്, 3 ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. ശരി, അടുത്തത് വരുന്നത് താഴെ പറയുന്ന സംസ്ഥാനങ്ങൾ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനം ഇത്. ദ്വിമണ്ഡലം, ചില സംസ്ഥാനങ്ങളിൽ 2 സഭകൾ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാം. അത് ഏതൊക്കെയാണ് എന്നാണ്, അതിലേതാണ്, അതിൽ ഒരെണ്ണം ഇതിനകത്തുണ്ട്, അത് കണ്ടുപിടിക്കണം. ഇത് എവിടെ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത്? NCERT +1 കോൺസ്റ്റിറ്റ്യൂഷൻ അറ്റ് വർക്കിൽ നിയമനിർമ്മാണ വിഭാഗം എന്ന ചാപ്റ്ററിന് അതിൽ 109 പേജിൽ കൊടുത്തിരിക്കുന്നു. ഇന്ത്യയിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയുള്ള സംസ്ഥാനങ്ങൾ ആന്ധ്രാപ്രദേശ്, ബീഹാർ, ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്. ആന്ധ്രയിലുണ്ട്, ബീഹാറിലുണ്ട്, ജമ്മു കാശ്മീരിൽ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നു. ഇതിലുള്ളതിൽ ഒരു ഓപ്ഷൻ വരുന്നത് കർണാടകയാണ്. നമ്മളിപ്പോൾ വായിച്ചതിൽ തമിഴ്നാടില്ല, മണിപ്പൂരില്ല, ഗുജറാത്ത് ഇല്ല. ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്തോ എഴുതിയോ പഠിച്ചോളുക. ആന്ധ്ര, ബീഹാർ, ജമ്മു കാശ്മീർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ്. അതിൽ ജമ്മു കാശ്മീരിനെ നമുക്കിപ്പോൾ സംസ്ഥാനങ്ങളിൽ നിന്നങ്ങ് ഒഴിവാക്കാം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ പഴയത് പ്രകാരം ഇത് കൊടുത്തിരിക്കുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ ആന്ധ്ര, ബീഹാർ, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിൽ ദ്വിമണ്ഡല സമ്പ്രദായം നിലനിൽക്കുന്നു എന്ന് പറയാം. ഓക്കെ, ശരി. അപ്പോൾ അടുത്ത ഭരണഘടനാ അനുച്ഛേദം അനുബന്ധ കമ്മീഷനും കണ്ടെത്തുക. ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ കഴിഞ്ഞ ദിവസം 73-ാം ഭേദഗതി പഞ്ചായത്ത് രാജ് പഠിപ്പിച്ചപ്പോൾ 2 എണ്ണം ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചു. 243K സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, 243I സംസ്ഥാന ധനകാര്യ കമ്മീഷൻ പഠിച്ചോളുക. 315 സംസ്ഥാന PSC, 338 ദേശീയ പട്ടികജാതി കമ്മീഷൻ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. മിക്കവാറും എല്ലാ പരീക്ഷയിലും ഇത് മാറി മാറി ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. പിന്നെ ഇത് നമുക്ക് കണ്ടെത്താൻ ഇപ്പൊ PSC നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുക. PSC 315, അതായത് 1, അത് വരുന്നത് സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ ആണെന്ന് വിചാരിക്കുക. അതായത് 1-4, ഇതിൽ 1-4 വരുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. അപ്പൊ ഡൗട്ടൊക്കെ ഒരുപാടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ ഇത് അറിയാമെങ്കിൽ, ഇതിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് അറിയാമെങ്കിലേ നിങ്ങൾക്ക് എഴുതാൻ പറ്റൂ. അപ്പൊ അങ്ങനെയാണെങ്കിലും ഈ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുശേഷം ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയേത്? എങ്ങനെയാണ് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത്? ഇത് ടെക്സ്റ്റ് ബുക്കിലെ 73-ാമത്തെ പേജിൽ +1 പൊളിറ്റിക്കൽ സയൻസിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാണ്. 1, പാർലമെന്റിന്റെ ഇരുസഭകളും പ്രത്യേക ഭൂരിപക്ഷത്തോടെ ഒരു പ്രമേയം പാസ്സാക്കിയാൽ ഇന്ത്യൻ രാഷ്ട്രപതിക്ക് കാലാവധി പൂർത്തിയാവുന്നതിന് മുമ്പ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കാവുന്നതാണ്. ഈ ഒറ്റ രീതിയിലാണ് നമുക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പുറത്താക്കാൻ പറ്റുന്നത്. അതായത് രാഷ്ട്രപതിയാണ് പുറത്താക്കുന്നത്, പക്ഷേ പാർലമെന്റിൽ 2/3 മെജോറിറ്റി, അതായത് പ്രത്യേക ഭൂരിപക്ഷത്തിൽ ഇത് പ്രമേയം പാസ്സായാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? ഒരു ഇലക്ഷൻ കമ്മീഷൻ നമുക്ക് പിരിച്ചുവിടാൻ പറ്റുള്ളൂ. ഇലക്ഷൻ കമ്മീഷനെ പിരിച്ചുവിടാൻ പറ്റൂ. അപ്പൊ നമുക്ക് ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളെ ഭരണഘടനാപരമായ അധികാരത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയും. താഴെ പറഞ്ഞ പ്രസ്താവനയിൽ ശരി ഏതാണ്? അധികാരത്തിൽ നീക്കം ചെയ്യാൻ രാഷ്ട്രപതി ഉത്തരവ് നൽകുന്നു. അത് ശരി തന്നെയാണ്. സുപ്രീം കോടതി വിചാരണയെ തുടർന്ന് അധികാരത്തിൽ നീക്കം ചെയ്യുന്നു. അത് ഒരിക്കലും ശരിയല്ല. സുപ്രീം കോടതിയിൽ വിചാരണ എന്നും ഇല്ല. പാർലമെന്റിൽ 2/3 ഭൂരിപക്ഷ പ്രമേയം ആവശ്യമാണ്, അതായത് സ്പെഷ്യൽ മെജോറിറ്റി ആവശ്യമാണ്. അങ്ങനെയാണെങ്കിൽ 1 ശരിയാണ്, 3 ശരിയാണ്. ഓപ്ഷൻ എ ആണ്. ഇത്രയും ചോദ്യങ്ങളാണ് ഇന്നത്തെ പരീക്ഷയിൽ ഭരണഘടനയും ഭരണ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് വന്നത്. അപ്പൊ ഇതിന്റെ അനുബന്ധ വസ്തുതകൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞു തന്നു. നിങ്ങൾ പഠിച്ചിരുന്നാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇനി വരുന്ന പരീക്ഷകളിൽ ഉപയോഗപ്പെടും. മറ്റൊരു പരീക്ഷയിലെ എക്സ്പ്ലനേഷനുമായിട്ട് വീണ്ടും കാണാം. നന്ദി.